ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ 2 തവണ പോയിട്ട് ഫ്ലോപ്പായി തിരിച്ച് വന്ന ഒരു അറ്റംപ്റ്റിനാണ് വീണ്ടും പോകുന്നത്. പക്ഷേ ഇത്തവണ സക്സസ് ആയിട്ടാണ്. ഒരു ബീച്ച് കണ്ടുപിടിക്കാനായിരുന്നു. ബീച്ചിൻ്റെ പേരറിയില്ല, എത്ര കിലോമീറ്റർ ഉണ്ട് അറിയില്ല, വഴി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ എവിടെ ഒരു ബീച്ചുണ്ട്, അത്ര മാത്രം ഒരു ക്ലൂ അറിയുള്ളൂ. അങ്ങനെ വിട്ടതാണ്. അങ്ങനെ പോയി മെയിൻ റോഡിൽ നിന്ന് കട്ട് റോഡ് കയറണം. അപ്പോൾ നമ്മളത് സഡാനാണ്, വിചാരിച്ച പോലെ എടുത്ത് പോകാൻ പറ്റത്തില്ല ഈ റോഡിലൂടെ. നോക്കുമ്പോൾ എന്ന് വെച്ചാൽ മരുഭൂമി തന്നെ, പക്ക ഒരു ബിൽഡിങ്ങോ ഒന്നുമില്ല. അപ്പോൾ നിറയെ വണ്ടികൾ പോകുന്നത് കണ്ടിട്ടാണ് ആ ഒരു ട്രാക്ക് നമ്മൾ പിടിച്ചത്. അവിടെ ആയിരിക്കും ബീച്ച് നിലയിൽ. അങ്ങനെ അങ്ങ് എത്തുമ്പോഴേക്ക് മനസ്സിലായി ഇതാണ് ആ സംഭവം. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. ഇന്ന് വെള്ളിയാഴ്ച, പോയ ദിവസം വെള്ളിയാഴ്ചയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല. കാരണം വെള്ളിയാഴ്ച നല്ല തിരക്കായിരിക്കുമല്ലോ, ലീവല്ലേ എല്ലാവർക്കും. അപ്പോൾ ഭയങ്കര തിരക്ക്. ഒന്നും വിചാരിച്ച പോലെ ഒന്ന് കടലിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം എന്ന് വിചാരിച്ചാൽ അതുപോലും നടക്കത്തില്ല, അത്രയും ജനങ്ങളുണ്ടായിരുന്നു. നിറയെ വണ്ടിയും ആളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇത്രയും അടുത്ത് ഇത്ര നല്ലൊരു ബീച്ചുണ്ടായിരുന്നു എന്നുള്ളത് ഇത്ര ലേറ്റായിട്ട് അറിഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. കാരണം നാട്ടിൽ നിന്ന് പാരൻസ് വന്നപ്പോൾ അവരെ കൂട്ടി പോകാനോ ഒന്നും പറ്റിയില്ല. നമ്മൾ അതന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പോകുമ്പോഴും വരുമ്പോഴും. പക്ഷേ ഇത്ര അടുത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ട് പോകാൻ പറ്റില്ലല്ലോ, വരാൻ പറ്റില്ലല്ലോ. അതും ഇത്രയും വൈബുള്ള ഒരു ബീച്ചാണ് എന്നുള്ളത് പോലും അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു സംഭവമാണിത്. ഒരുപാട് പേരുണ്ടായിരുന്നു. എന്താ പറയുക, ക്യാമ്പിങ് പോലെ ഒക്കെ ചെയ്ത്, പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന, പിന്നെ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കുന്നത്, പിന്നെ ഫുഡ് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു, കുതിരയായിട്ട് വന്നിട്ട് കുതിരേനെ ഇടയ്ക്കെടുത്ത് വെള്ളത്തിലേക്ക് പോയി അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ഈ കടലിൽ തന്നെ ഓടിക്കുന്ന ഒരു ബൈക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട്, എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല. അതിന് ദൂരത്തു നിന്നുള്ള ലുക്കിലൊരു 220 ലുക്കായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനം. എന്തൊരു രസമാണ്, ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് ലേറ്റായി പോയി എന്നുള്ളത് ഭയങ്കര മോശമായിപ്പോയി. നമ്മൾ ഇത്ര ലേറ്റായത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അതും നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണൂലേ ബീച്ച് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കുറേ ദൂരം നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബീച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അധികം നേരം നിന്നില്ല, കാരണം ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വെച്ചു ഇനി ഏതെങ്കിലും ഒരു ദിവസം, ക്രൗഡൊന്നും ഇല്ലാത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച അല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോയി. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. കുതിരേനെയൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ പോകുന്നതാണ് മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ രാജപാളയം നായിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ നായിനെ അങ്ങനെ കാണയില്ല. പിന്നെ ഈ കാണുന്നത് റാസ്ലഫാൻ ഏരിയയാണ്. കാണുമ്പോൾ അടുത്താന്ന് തോന്നും, പക്ഷേ ലോങ് ആണത്. അതിൽ ആ 2 ലൈറ്റ് കുറച്ച് വെലിങ്ങനെ കത്തുന്നത് ലൈറ്റല്ല, അത് ഫ്ലെയറാണ്, തീ കത്തുന്നതാണ്. അത് എക്സസ് വരുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നതാണ്, പുറത്തേക്ക് വിട്ട് കത്തിക്കുന്നത്. എനിക്ക് ഈ മൊമെൻറ്റിൽ അത് പറയണം തോന്നി, കാരണം നാട്ടിലൊക്കെ ഗ്യാസിനൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയല്ലേ. ഇവിടെ എക്സസ് വരുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്കിട്ട് കത്തിക്കുക. പിന്നെ ഇവിടെ ഒരു കുറ്റി ഗ്യാസിന് ജസ്റ്റ് 15 റിയാൽ എന്തെങ്കിലും ഇല്ലു.